ദൈവമേ നീ എന്നിൽ അനുദിനവും വളരണമേ, ഞാനോ കുറയണമേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 10. അക്കാലത്ത് ഈശോ അരുൾ ചെയ്തു, ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. ഇടയൻ അല്ലാത്തവനും ആടുകൾ സ്വന്തമല്ലാത്തവനുമായ പുലിക്കാരൻ ചെന്നായി വരുന്നത് കാണുമ്പോൾ ആടുകൾ ഉപേക്ഷിച്ച് ഓടിപ്പോകുന്നു. ചെന്നായി വന്ന് അവയെ പിടികൂടുകയും ചിതറിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ ഓടിപ്പോകുന്നതും കൂലിക്കാരനായതുകൊണ്ടും ആടുകളെ പറ്റി താല്പര്യമില്ലാത്തതുകൊണ്ടുമാണ്. ഞാൻ നല്ല ഇടയനാണ്. പിതാവ് എന്നെയും ഞാൻ പിതാവിനെയും അറിയുന്നത് പോലെ ഞാൻ എനിക്കുള്ളവയും എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ ജീവൻ അർപ്പിക്കുന്നു. ഈ തൊഴുത്തിൽപ്പെടാത്ത മറ്റ് ആടുകളും എനിക്കുണ്ട്. അവയെയും ഞാൻ കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അവ എന്റെ സ്വരം ശ്രവിക്കും. അങ്ങനെ ഒരു ആട്ടിൻ പറ്റവും ഒരിടയനുമാകും. തിരിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ജീവൻ സമർപ്പിക്കിയാൽ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും എന്നിൽ നിന്ന് അത് പിടിച്ചെടുക്കുകയല്ല, ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട്. ഈ കൽപ്പന എന്റെ പിതാവിൽ നിന്നാണ് എനിക്ക് ലഭിച്ചത്. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ നാം ദൈവത്തിരുസന്നിധിയിൽ പ്രാർത്ഥനാപൂർവമായിരിക്കുമ്പോൾ നല്ല ഇടയന്റെ സ്നേഹ സാന്നിധ്യം ധ്യാനിക്കാം. ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നല്ല ഇടയനായി സ്വീകരിച്ചുകൊണ്ട് നല്ല ഇടയ ഞായറായി ആഘോഷിക്കുകയാണ്. ദ ഗുഡ് ഷെപ്പേർഡ് സൺഡേ. ക്രിസ്തു ഒരു ഇടയന്റെ മനസ്സോടെയാണ് വിശുദ്ധ ബൈബിളിൽ സംസാരിക്കുക. ഇടയൻ എപ്പോഴും വഴി നടത്തുന്നവനാണ്, വഴി അറിയുന്നവനാണ്, വഴി കാട്ടുന്നവനാണ്, പിന്നെയോ വഴി തന്നെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഇപ്രകാരം യഥാർത്ഥ ഇടയന്റെ നന്മയും ദൗത്യവും ലോകത്തെ പഠിപ്പിച്ചു. ഞാൻ നല്ല ഇടയനാണ്. ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ജീവിതത്തിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമുക്ക് മാതൃകയും വഴികാട്ടിയുമായി. സ്വന്തമായി ആടുകളുള്ള ഇടയനാണ് യഥാർത്ഥ ഇടയൻ. നമ്മളെല്ലാവരും ക്രിസ്തുവിന്റെ ആട്ടിൻപറ്റത്തിലെ അംഗങ്ങളാണ്. നമുക്കൊരു വലിയ ഇടയനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. അപ്പോൾ യേശു നമുക്ക് നൽകുന്ന ഉറപ്പ് എന്താണ്? ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. വലിയ സ്നേഹത്തിന്റെ കരുതലാണത്. ഇന്നത്തെ ആദ്യ വായനയിൽ അപ്പോസ്തലന്മാർ അഭിമാനപൂർവ്വം യേശുവിനെ പ്രഘോഷിക്കുന്നുണ്ട്. അവർ നല്ലിടയന്റെ സ്നേഹവും കരുതലും അറിഞ്ഞവരാണ്, അനുഭവിച്ചവരാണ്. വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ ക്രൂശിച്ച മിശിഹായെയാണ് ഞങ്ങൾ പ്രഘോഷിക്കുന്നത്. ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യത്തിന്റെ ബലവും കൃപയും അവർ നൽകുന്നുണ്ട്. ആകാശത്തിനും ഭൂമിക്ക് മധ്യേ മനുഷ്യകുല രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമമില്ല എന്ന് അവർ ലോകത്തെ പഠിപ്പിക്കുന്നു. കാരണം അത്രമാത്രം ബോധ്യവും അത്രമാത്രം ആഴമായ അനുഭവവും അവർക്കുണ്ടായിരുന്നു. ക്രിസ്തു യഥാർത്ഥത്തിൽ ആരാണ് എന്ന് അവർ അനുഭവിച്ചു. ആ അനുഭവത്തിന്റെ ബലത്തിൽ നിന്നുകൊണ്ടാണ് അവർ സമൂഹമധ്യേ പ്രഘോഷിച്ചത്. ഇന്നത്തെ രണ്ടാമത്തെ വായനയിൽ യോഹന്നാൻ ശ്ലീഹ അഭിമാനപൂർവ്വം പറയുന്ന ഒരു വാക്കുണ്ട്. ദൈവം നമ്മെ ആദ്യം സ്നേഹിച്ചു. നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. നാം അങ്ങനെ തന്നെയാണ്. ദൈവമക്കൾ എന്ന വലിയ സ്വാതന്ത്ര്യത്തിലേക്ക്, വലിയ കൃപയിലേക്ക് നമുക്ക് ക്ഷണം ലഭിച്ചു. അങ്ങനെയെങ്കിൽ ആ കൃപയുടെ പൂർണ്ണത ഒരു ഇടയ ദൗത്യത്തിന്റെ ആത്മീയതയാണ്. ഇടയൻ എപ്പോഴും ജീവൻ ഹോമിക്കുവാൻ മനസ്സുള്ള, തൻ്റെ അജഗണത്തെ സംരക്ഷിക്കുവാൻ മനസ്സുള്ള, വീണ്ടെടുക്കുവാൻ മനസ്സുള്ള ഇടയനാണ്. ചരിത്രത്തിലൂടെ നാം നോക്കുമ്പോൾ ദൈവം തൻ്റെ ജനത്തെ പരിപാലിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുന്നത് ചില ഇടയന്മാരെയാണ്. സാവൂൾ ഒരു ഇടയനായിരുന്നു. ദാവീദ് ഇടയനായിരുന്നു. ആ ഇടയ മനസ്സിനെ ദൈവം രൂപവൽക്കരിക്കുന്നത് വലിയൊരു ജനാവലിയെ നയിക്കുവാൻ വേണ്ടിയിട്ടാണ്. മോസസും അപ്രകാരമായിരുന്നു. അവരെയൊക്കെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ അടയാളമായി
ക്രിസ്തുവിന്റെ ചൈതന്യത്തിന്റെ പ്രതിരൂപമായി നാം പഴയ നിയമത്തിൽ കാണുന്നു. എന്നാൽ എല്ലാ ഇടയന്മാരുടെയും പരിപൂർണ നന്മയും പരിപൂർണ ദൗത്യവും ഏൽപ്പിക്കപ്പെട്ടത് ക്രിസ്തുവിലാണ്. ക്രിസ്തുവിലൂടെ യഥാർത്ഥ ഇടയന്റെ മനസ്സ് നാം കാണുന്നു. ഇങ്ങനെ ആകണം ഇടയൻ എന്ന് ക്രിസ്തു ലോകത്തെ പഠിപ്പിക്കുന്നു. ഞാൻ നല്ല ഇടയനാകുന്നു. ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കുന്നു. ക്രിസ്തു നമുക്കായി ജീവൻ നൽകിക്കൊണ്ട് തൻ്റെ ഇടയ ദൗത്യം നിറവേറ്റി. നാമും അജഗണത്തിന് വേണ്ടി ജീവിക്കുവാൻ, ബലിയാകുവാൻ വിളിക്കപ്പെട്ടവരാണ്. ബലി അർപ്പിക്കപ്പെടുന്നവന് മാത്രമേ ബലിയാകാനാകൂ. കാൽവരി മലയുടെ വെരിമാറിൽ ക്രിസ്തു നമുക്കായി ബലിയർപ്പിക്കപ്പെട്ടു. എന്നാൽ അവിടുന്ന് ഇന്നും ജീവിക്കുന്നു. ഇന്നത്തെ സുവിശേഷം നാം കാണുന്നു, തിരിച്ചെടുക്കുന്നതിന് വേണ്ടി അവൻ സ്വമേധയാ സമർപ്പിച്ചതാണ് ഈ ജീവിതം. ഞാനത് സ്വമേധയാ സമർപ്പിക്കുകയാണ്. അത് സമർപ്പിക്കുവാനും തിരികെ എടുക്കുവാനും എനിക്ക് അധികാരമുണ്ട് എന്നാണ് ക്രിസ്തു സാക്ഷ്യപ്പെടുത്തുക. ഈ കൃപാവരമാണ് ക്രിസ്തുവിൽ നിറഞ്ഞു നിൽക്കുന്ന സ്വർഗീയ കൃപാവരം. നാമും ഇടയന്റെ മനസ്സോടെ ക്രിസ്തുവിന്റെ ദൗത്യവും ഹൃദയത്തിലേന്തി ജീവിതത്തെ യാത്ര തുടരുന്നുവെങ്കിൽ അനേകരെ നല്ലിടയന്റെ സ്നേഹത്തിലേക്ക്, അവന്റെ തിരുഹൃദയത്തിലേക്ക് ആനയിക്കാനാകും. ഒരു ഇടയ ദൗത്യത്തിന്റെ ആത്മീയത നമുക്ക് സമൃദ്ധമായി ചൊരിയണമേ എന്ന് ഈ ദിനം പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവമേ, നീ എന്നിൽ അനുദിനവും വളരണമേ. ഞാനോ